ഹലോ എവരി വൺ. സോ ജെയുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. സോ ജെഇ എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സാമാണ് WBJE ഓർ വെസ്റ്റ് ബംഗാൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. സോ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ ഈ എക്സാം എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ, അതേപോലെ വൊക്കേഷണൽ ആൻഡ് ജനറൽ ഡിഗ്രി കോഴ്സ് ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ പാറ്റേൺ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ ജെഇ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ ഈ WBJE എക്സാം എന്ന് പറയുന്നത് OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഓഫ്ലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മോഡാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നിങ്ങൾ കൊടുക്കണം. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ എക്സാം നടക്കുക. സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് +2വിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫിസിക്സും മാത്സും മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ കോഴ്സിൽ വേണം. അതിൻ്റെ കൂടെ തന്നെ എനി ഓഫ് ദ ഫോളോയിങ് സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം. മീൻസ് കെമിസ്ട്രി ആവാം, ബയോളജി ആവാം, ബയോടെക്നോളജി ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആവാം. ഇത് ഏതായാലും കുഴപ്പമില്ല. അതായത് ഫിസിക്സും മാത്സും മസ്റ്റായിട്ട് നിങ്ങളെ സബ്ജക്റ്റിൽ നിർബന്ധമായിട്ട് വരണം. ദെൻ +2വിൽ 45% പാസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ദെൻ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏജ് ക്രൈറ്റീരിയ ആണ്. അപ്പർ ലിമിറ്റ് ഇല്ല, പക്ഷേ ലോവർ ലിമിറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വയസ്സ് 17 ആവണം. ദെൻ മെയിൻലി ഈ എക്സാം നടക്കുന്ന മന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ജെഇ മെയിൻസ് കഴിഞ്ഞിട്ടാണ്. അതായത് ജെഇ മെയിൻസും സെക്കൻഡ് ഫേസിൻ്റെയും കഴിഞ്ഞിട്ടാണ് നോർമലി എക്സാംസ് ഉണ്ടാവാറ്. എന്നാൽ കൂടി നമുക്കൊരു ഡേറ്റ് പറയുകയാണെങ്കിൽ, മന്ത് പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസമാണ് 2023 നടന്നിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഈ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. അപ്പോൾ +2വിൽ 45% മാർക്കും ഫിസിക്സും മാത്സും കൂടെ കെമിസ്ട്രി അല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ്, നിങ്ങൾ കെമിസ്ട്രിയിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ദെൻ ഈ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 4 അവർ എക്സാമാണ്. അതിൽ 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് പേപ്പർ 1 ആണ്. പേപ്പർ 1 പേപ്പർ 2 ആയി നടക്കുന്നതിൽ പേപ്പർ 1 മാത്സും പേപ്പർ 2 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഫോർ ജെഇ ആസ്പിരൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കെമിസ്ട്രി അല്ലാതെ വേറെ സബ്ജക്റ്റ് എടുത്തവർക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. എക്സാമിനേഷൻ 4 അവർ ആണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ടോട്ടൽ മാർക്ക് 200 മാർക്സ് ആണ്. പിന്നെ അതിലൊരു പ്രത്യേകത ഉണ്ട്. ഈ എക്സാംസിൽ കാറ്റഗറി 1, 2, 3 എന്നുള്ളൊരു ഓർഡർ ഉണ്ട്. ഈ കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതായത് കാറ്റഗറിയിൽ 1ൽ 1 കറക്റ്റ് ആൻസർ ആയിരിക്കും, കാറ്റഗറി 2ൽ 1 കറക്റ്റ് ആൻസർ ആയിരിക്കും. എന്നാൽ കാറ്റഗറി 3ൽ മോർ ദാൻ 1 കറക്റ്റ്. നിങ്ങൾക്ക് ആ ഒരു മോർ ദാൻ 1 കറക്റ്റുള്ള ഐഡിയ നിങ്ങൾക്കറിയാം. ദെൻ മാത്സ് ആണ്. കാറ്റഗറി 1 മാത്സിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസും കാറ്റഗറി 2വിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസും കാറ്റഗറി 3ൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് ടോട്ടൽ മാത്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ ഫിസിക്സ് കാറ്റഗറി 1ൽ നിന്ന് 30 ക്വസ്റ്റ്യൻസും കാറ്റഗറി 2വിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസും കാറ്റഗറി 3ൽ നിന്ന് 5 ക്വസ്റ്റ്യൻസും ഫിസിക്സ് ഉൾപ്പെടുത്തിയിട്ട് 40 മാർക്സ് ഉണ്ടാവും. അതേപോലെ കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, സിമിലർ ടു ഫിസിക്സ്, 30 ക്വസ്റ്റ്യൻസ് കാറ്റഗറി 1, കാറ്റഗറി 2വിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, കാറ്റഗറി 3ൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കാറ്റഗറി 1നും കാറ്റഗറി 2വിനും നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കാറ്റഗറി 1ന് -0.25 മാർക്ക്, 1/4 മാർക്കും, കാറ്റഗറി 2ന് -0.5 നെഗറ്റീവ് മാർക്സ് ഉണ്ട്. എന്നാൽ കാറ്റഗറി 3ക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ കാറ്റഗറി 3 നിങ്ങൾക്ക് മോർ ദാൻ 1 ആണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇങ്ങനെ 4 മണിക്കൂറായി നടക്കുന്ന കാറ്റഗറി 1, 2 എന്നുള്ള ഓർഡറിൽ നടക്കുന്ന ഒരു എക്സാം പാറ്റേൺ ആണ്. കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മുടെ ജെഇ പോലെ ഒന്നുമില്ല. എക്സാം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണെന്ത് ഈ WBJE മോഡൽ എക്സാമിനേഷൻസ് ഉള്ളത്. ഓക്കെ, സോ ഈ എക്സാംസിന് മാർക്ക് 200 മാർക്കിൽ നമുക്ക് വരുന്ന റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 120+ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ മാർക്ക് നോക്കുന്ന സമയത്ത് 1 to 500 റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ജെഇക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, +2വിൻ്റെ കൂടെ സിലബസ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. സോ ഈ എക്സാം WBJE വെസ്റ്റ് ബംഗാൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്സ് മാത്സ് നിർബന്ധം. അതിൻ്റെ കൂടെ 1 ഓഫ് ദ സബ്ജക്റ്റ് കെമിസ്ട്രി, നമ്മൾ കെമിസ്ട്രിയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 4 മണിക്കൂർ നടക്കുന്ന എക്സാമാണ്. ഏകദേശം ഏപ്രിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ അത് ഓൺലൈനായിട്ട് ആവുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സോ ഈ WBJE എക്സാംസും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ്, ബൈ.